കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾ ഫെബ്രുവരി 16 മുതൽ 25 വരെ നടക്കും. ഉത്സവ ആഘോഷങ്ങളുടെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ സർക്കാർ വകുപ്പുകളിലെ പ്രതിനിധികളും ദേവസ്വം അധികാരികളും ജനപ്രതിനിധികളും പങ്കെടുത്ത അവലോകന യോഗം ദേവസ്വം ഹാളിൽ നടന്നു. മോഹൻ ജോസഫ് MLA അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കിടങ്ങൂർ ഉത്സവം ഏറ്റവും മംഗളകരമായി നടക്കുവാനും ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക്, വിശ്വാസികൾക്ക്, ഈ പ്രദേശത്തുള്ള നാനാതരസ്ഥരായ ആളുകൾക്ക്, പൊതുസമൂഹത്തിന് ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുഗമമായി നിർവഹിക്കുന്നതിന്, അതോടൊപ്പം തന്നെ ഇത് സമാധാനപരമായും ആളുകൾക്ക് ഏറ്റവും കൂടുതൽ തൃപ്തികരമായി നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളും പ്രൊഫഷനുകളും എല്ലാം നടത്തുവാനുമുള്ള ക്രമീകരണങ്ങളാണ് ഈ യോഗത്തിന്റെ ഭാഗമായി ചെയ്തിരുന്നത്. പാലാ RDO KP ദീപ, ഡെപ്യൂട്ടി തഹസിൽദാർ B മഞ്ജിത്, കിടങ്ങൂർ SHO സതികുമാർ, കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ, വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ്, പഞ്ചായത്ത് അംഗം ദീപലത, ദേവസ്വം മാനേജർ NB ശ്യാംകുമാർ, സെക്രട്ടറി ശ്രീജിത്ത് നമ്പൂതിരി, PWD, ഫയർഫോഴ്സ്, വാട്ടർ അതോറിറ്റി, KSEB പ്രതിനിധികൾ, വിവിധ വകുപ്പുകളിലെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ ഒരു ഇതുപോലുള്ള ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള ഒരു മീറ്റിങ്ങുകൾക്ക് ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. ഇടുക്കി ജില്ലകളിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല എന്ന് ഞാൻ അറിയാത്തവണ്ണം ഞാൻ RDO അല്ലായിരുന്നു. എങ്കിൽ പോലും അങ്ങനെ കണ്ടിട്ടില്ല, കോമണും അല്ല. ഇങ്ങനെ ഒരു MLA ഇങ്ങനെ ഒരു യോഗം വിളിച്ചു ചേർത്ത് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. കാരണം കറക്റ്റായിട്ട് MLA സമയത്ത്, ഞാനാണ് വൈകിയെത്തിയത്. ഇലക്ഷൻ്റെ ഒരു മീറ്റിംഗ് കളക്ടർ, ഞാനും ജോയിൻ ചെയ്തുള്ളപ്പോൾ ഫസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു കളക്ടർ വിളിച്ചിരുന്നത്. അപ്പോൾ ഇലക്ഷൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ടും എനിക്ക് ആ കറക്റ്റ് സമയം പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് ആ സമയത്ത് എത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ അതിന് സോറി പറയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് ഈ ഉത്സവം ഭംഗിയായിട്ട് നടത്തുക എന്നുള്ള ഈ നാട്ടുകാരുടെയും അതുപോലെ തന്നെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ MLAയുടെയും അതുപോലെ തന്നെ എല്ലാ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പരിശ്രമത്തിൽ നല്ല ഭംഗിയായിട്ട് തന്നെ നടത്താൻ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഉത്സവാഘോഷങ്ങൾ തടസ്സങ്ങളില്ലാതെ നടത്തുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ യോഗം ചർച്ച ചെയ്തു. വൈദ്യുതി മുടക്കം ഒഴിവാക്കാനും ജലവിതരണം സുഗമമാക്കാനും നടപടി സ്വീകരിക്കും. പോലീസും പ്രത്യേക ജാഗ്രത പുലർത്തും. വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ നടപ്പാക്കേണ്ട പ്രവർത്തനങ്ങളും യോഗം ചർച്ച ചെയ്തു. കിടങ്ങൂർ ക്ഷേത്രം ജംഗ്ഷനും പാലത്തിനുമിടയിൽ റോഡിന്റെ വശങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്ക് റോഡിലെ തിരക്കിൽ നിന്നും ആശ്വാസമാകുന്ന രീതിയിലാണ് കോൺക്രീറ്റിംഗ് നടത്തിയത്. എന്നാൽ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് ഒഴിവാക്കണമെന്ന ആവശ്യമുയർന്നു. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതായും ഈ ഭാഗത്ത് വാഹന പാർക്കിംഗ് നിരോധിച്ചതായും മോഹൻ ജോസഫ് MLA അറിയിച്ചു. പാലം മുതൽ കിടങ്ങൂർ പാലം മുതൽ ക്ഷേത്രത്തിലേക്ക് വരുന്ന ഭാഗത്ത് ഒരു വശത്ത് ഈ പള്ളയെല്ലാം പിടിച്ച് ആൾക്ക് നടക്കാൻ വയ്യാത്ത സാഹചര്യം, ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നതുകൊണ്ട് അത്രയും ഭാഗം കൂടെ കോൺക്രീറ്റ് ചെയ്ത് ഇപ്പോൾ ഉപയോഗപ്രദമാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വന്ന ഒരു പ്രധാന വിഷയം, അങ്ങനെ കോൺക്രീറ്റ് എല്ലാം ചെയ്ത് റോഡ് സൈഡിൽ നടക്കാനും വാഹനങ്ങൾക്ക് സൗകര്യമായി കയറി പോകാനും ഒക്കെ ഉപകരിക്കുന്ന വിധത്തിൽ ചെയ്തെടുത്ത് ഇപ്പോൾ വാഹനങ്ങൾ കൊണ്ട് പാർക്ക് ചെയ്ത് അവിടെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അത് എല്ലാവരും സഹകരിക്കണം, ജനങ്ങൾ സഹകരിക്കണം. കാരണം ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും പാലം ഇറങ്ങി വരുന്ന ഭാഗമാണ്. അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് അനുവാദമില്ല. ഈ കാടുപള്ളം പിടിച്ചിരുന്ന ഭാഗം വെട്ടിത്തെളിച്ചും മനുഷ്യന് സൗകര്യപ്രദമായ സൈഡിൽ നടക്കാനുള്ള നടന്നു പോരുന്നവർക്ക് സൗകര്യം ഉണ്ടാക്കാനും വാഹനാപകടം ഇല്ലാതെ ആൾക്ക് സുരക്ഷിതമായി നടക്കാനും വേണ്ടിയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വാഹനം പാർക്കിംഗ് കർശനമായി നിരോധിക്കുന്നതിനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ എടുത്തിട്ടുണ്ട്. കിടങ്ങൂരിലെ ഉത്സവ ആഘോഷങ്ങളിലും കാവടി ഘോഷയാത്രയിലും പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കുമെന്ന് വിവിധ വകുപ്പുകളിലെ പ്രതിനിധികളും ജനപ്രതിനിധികളും വ്യക്തമാക്കി.